വാഴ ഒരു മാരി സെൽവരാജ് പടം. ജിഗർത്താൻ്റെ ഡബിൾ എക്സ് എന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിലും ആ ഒരു സിനിമ കണ്ടതിന് ശേഷം നമുക്കൊരു ഫീൽ കിട്ടില്ലേ, ഒരു വേദന ഉണ്ടാവില്ല, ഒരു വിങ്ങുന്ന വേദന. അങ്ങനത്തെ ഒരു വേദനയാണ് നമുക്ക് വാഴ എന്ന സിനിമ കണ്ടതിന് ശേഷം കിട്ടുക. ഒരു പാർഷ്യൽ ബയോഗ്രഫി എന്ന രീതിയിലാണ് കഥ പറഞ്ഞിരിക്കുന്നത്. സിനിമയുടെ പേര് പോലെ തന്നെ വാഴയെ ചുറ്റിപ്പറ്റി തന്നെയാണ് മൊത്തം കഥ. വളരെ ക്യൂട്ട്, ഇന്നസെന്റ്, രസകരമായ കുറേ മൊമെന്റ്സും ഉണ്ട്. അതേപോലെ തന്നെ ഇമോഷണൽ ട്രോമാറ്റിക് ആയ കുറേ മൊമെന്റ്സും നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. നമുക്ക് ഈ സിനിമയുടെ നറേഷൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോ ഒന്ന് വരാൻ കിടക്കണം, എല്ലാം ഹാപ്പി പോലെ നടക്കുക. പക്ഷെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ് ആയി പോയി സിനിമയുടെ. അത്രയും ആഴത്തിൽ തട്ടുതന്നെയാണ് മാരി സെൽവരാജ് സിനിമ എഴുതിയത് നമുക്ക് മനസ്സിലാവും. മാരി സെൽവരാജിന്റെ സിനിമകളാണ് പരിയേറും പെരുമാൾ, കർണൻ, മാമനൻ. ഇതിൽ എൻ്റെ പേഴ്സണൽ 2 ഫേവറേറ്റാണ് ഇപ്പോൾ വാഴയും പിന്നെ പരിയേറും പെരുമാളും. അത്രയും ഹാർഡ് ഹിറ്റിംഗ് ആയ 2 ഡ്രാമാസ് ആയിരുന്നു ഈ 2 സിനിമകളും. എനിക്ക് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ട് തോന്നിയത് മാമനനായിരുന്നു. പെർഫോമൻസസും അതേപോലെ തന്നെ അടിപൊളിയായിരുന്നു. ഈച്ച് ആൻഡ് എവറി ആക്ടേഴ്സ് അവരുടെ ക്യാരക്ടേഴ്സിൽ ജീവിക്കുക തന്നെയായിരുന്നു. ശിവനേന്ദ്രൻ എന്ന പയ്യൻ ഒരു രക്ഷയില്ലാത്ത അഭിനയമാണ് സിനിമയിൽ കാഴ്ചവെക്കുന്നത്. സോൾ ടച്ചിങ് പെർഫോമൻസ് എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ ശിവനേന്ദ്രൻ്റെ അമ്മയുടെ ക്യാരക്ടർ അഭിനയിച്ച ചേച്ചി വളരെ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി പ്രീ ഇന്റർവൽ പോർഷനിലും ക്ലൈമാക്സ് പോർഷനിലും ശിവനേന്ദ്രൻ്റെയും ശേഖരുടെ ഫ്രണ്ട്ഷിപ്പ് വളരെ നന്നായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. വളരെ ഹാർട്ട് വാമിംഗ് ആയിരുന്നു. അതേപോലെ തന്നെയാണ് ശിവനേന്ദ്രൻ്റെയും പൂങ്കുഴിയുടെയും മൊമെന്റ്സ് വളരെ ക്യൂട്ടായിരുന്നു. ഫാമിലി റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ് എല്ലാം വളരെ നന്നായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. തെനി ഈശ്വറിന്റെ വിഷ്വൽസ് എടുത്തു പറയണത്, എന്തൊരു ഗംഭീര വിഷ്വൽസ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ എഡിറ്റിംഗ് അടിപൊളിയായിരുന്നു. മ്യൂസിക് ബൈ സന്തോഷ് നാരായണൻ സൂപ്പർബായിരുന്നു. ഒരു വയലിൻ കമ്പോസിഷൻ ഒക്കെ ഉണ്ട്, അത് വളരെ നല്ല രസമായിരുന്നു കേൾക്കാൻ. ഓവറോൾ ഒരു വെൽ നറേറ്റഡ് ഹാർഡ് ഹിറ്റിംഗ് ഡ്രാമയാണ് വാഴ.